അപ്പം നമ്മൾ ശംഖുമുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് ഞായറാഴ്ച ദിവസം ഭയങ്കര ആളായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസവും നല്ല ആളാണ്. ഒരു 2 ദിവസം അവധി ഒരുമിച്ചുണ്ട് എന്നറിഞ്ഞാൽ എല്ലാവരും വാഹനമെടുത്ത്, സ്വന്തം വാഹനം അല്ലെങ്കിൽ പൊതുഗതാഗതത്തെ ആശ്രയിച്ചുകൊണ്ട് വാഗമൺ മറ്റെല്ലാ സ്ഥലങ്ങളിലും, ഞാൻ കൊല്ലം ജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ തങ്കശ്ശേരി കടപ്പുറത്ത് എല്ലാ ദിവസവും വലിയ തിരക്കാണ്. കാരണം കുടുംബത്തോടൊപ്പം ഒന്ന് പുറത്തു പോകാൻ, വെളിയിൽ നിന്നൊരു ഭക്ഷണം കഴിക്കാൻ, ഒന്ന് എൻജോയ് ചെയ്യാൻ, ഒരു കടൽ തീരത്തിരുന്ന് ആസ്വദിക്കാൻ, പ്രകൃതി ആസ്വദിക്കാനൊക്കെ ഒരുപാട് ആളുകൾ തയ്യാറാവും. എനിക്കൊന്ന് ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ധാരാളം ആളുകളെ കണ്ടുകൊണ്ടിരുന്നവർ പലരും പൂന്താനം പറയുന്ന പോലെ കണ്ടുകണ്ടിരുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തിയും ഭവാൻ എന്ന് പറഞ്ഞതുപോലെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, വളരെ ചെറുപ്പക്കാർ അവിചാരിതമായി നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഈ കൂട്ടി വെച്ച് ജീവിക്കുന്നതിൽ അർത്ഥമില്ല, ഉള്ള ദിവസം സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് മനുഷ്യൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ സ്ഥലത്തും, നമ്മൾ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നാലും വലിയ തിരക്കാണ്. അപ്പോൾ അവിടെ എത്തുന്നതിനുള്ള സംവിധാനങ്ങളാണ് KSRTC ഒരു സംവിധാനം ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ രാകേഷ് തുടങ്ങുന്ന ഒരു സ്ഥാനം ശരിക്കും പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തത്തോടെ കൃത്യതയോടെ നമ്മളെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എത്തിക്കുകയും അവിടെ നിന്ന് സുരക്ഷിതമായി തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ, അത് വളരെ അത്യാവശ്യമായി കേരളത്തിലുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ 12 മീറ്ററുള്ള വണ്ടിയാണ് വാങ്ങിച്ചത്. ശരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ മൾട്ടി ആക്സിലുള്ള വണ്ടിയൊന്നും ഒരു ടൂറിസ്റ്റ് ആവശ്യത്തിന് ഓടിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ രാകേഷ് വളരെ ബുദ്ധിപരമായി ആലോചിച്ച് തന്നെയാണ് എടുത്തത്. വോൾവോ കമ്പനി ആണ് ഇന്ന് ഇന്ത്യയിൽ വന്ന് 22 വർഷം, ഞാൻ 2001 ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കും അന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വോൾവോ ബസ് വാങ്ങുന്നത്. ഇന്ത്യയിൽ ആദ്യമായി 2 വണ്ടി നമ്മൾ വാങ്ങിച്ചു. ഇന്നൊരു വണ്ടിക്ക് 45 ലക്ഷം രൂപയായിരുന്ന വിലയെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ എത്രയാണെന്നറിയില്ല, ഇപ്പോൾ കോടിക്ക് മേളിലാണ്. പക്ഷേ ആ വണ്ടി അന്നും മാർക്കറ്റിലുണ്ട്. ഇത് വോൾവോ ഇന്നും മാർക്കറ്റിൽ, പക്ഷേ വേറെ ചില വാഹനങ്ങൾ ഇടയ്ക്ക് വന്നു. അവയൊന്നും ഇപ്പോൾ മാർക്കറ്റിലില്ല. നമുക്ക് KSRTCക്ക് അടക്കം അതിൻ്റെ പാർട്സ് കിട്ടാനില്ല. കാരണം സാധനം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പല കമ്പനികളും. വോൾവോ മാത്രമാണ് അന്നും ഇന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലതാണ്. പിന്നെ രാകേഷ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൽ പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കണക്കെടുത്തുകൊണ്ടൊന്ന് നാളെ മുതൽ എന്നെ കൊല്ലാൻ നടക്കണ്ട. രാകേഷ് പറഞ്ഞത് ശരിയാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ്. അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നും അല്ല, എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല. എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ. ആ നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്ക് യാതൊരു വിരോധമില്ല, ഉപദ്രവിച്ചോളുക. ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവർക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല. വല്ലപ്പോഴും ഒരു സത്യം പറയുന്നത് സത്യം പറയുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല. ഞാൻ അച്ഛനറിയാം, ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ തെളിയും. അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ സത്യമാണ്.